അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെന്ത്? ഡ്രാഗൺ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെന്ത്? ഡ്രാഗൺ. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാനൊരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആസാം. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാനൊരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആസാം. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? വില്ലോ. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? വില്ലോ ആണ്. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ജോൺ കെ ഹോഫീൽഡും ജെഫി ഹിൻഡനുമാണ്. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ജോൺ കെ ഹോഫീൽഡും ജെഫി ഹിൻഡനും. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുസ്താഖ്. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം നവദീപ് സിംഗ് ആണ്. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം നവദീപ് സിംഗ് ആണ്. 2025 ലോകകപ്പ് വേദി കബഡി ലോകകപ്പ് വേദി എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. 2025 കബഡി ലോകകപ്പ് വേദി ഇംഗ്ലണ്ടിലാണ്. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? പി സതീദേവിയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ? സോഫിയ ഖുറേഷി, വോമിക സിംഗ്. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ സോഫിയ ഖുറേഷിയും വോമിക സിംഗുമാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? മുരളി ചിറോത്താണ്. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മുരളി ചിറോത്താണ്. സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ആദിത്യ L1. സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ആദിത്യ L1. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? മാൽവെയർ ആണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? മാൽവെയർ ആണ്. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതിയുടെ ഉദ്ദേശം എന്താണ്? ക്യാൻസർ ബോധവൽക്കരണമാണ്. 2025 ഫെബ്രുവരിയിൽ കേരള സർക്കാർ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം പദ്ധതിയുടെ ഉദ്ദേശം ക്യാൻസർ ബോധവൽക്കരണമാണ്. എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ആനയറയിലാണ്. എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ആനയറയിലാണ്. എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നത് ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയമാണ്. മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്നുള്ളതാണ്. നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി എന്നതാണ് ഭൗമദിനത്തിന്റെ പ്രമേയം. ഇതെല്ലാം 2025 പ്രമേയങ്ങളാണ് പറയുന്നത്. യോഗാ ദിനത്തിന്റെ പ്രമേയം തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ. അപ്പോൾ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്റെ ആരോഗ്യം എന്റെ അവകാശം. മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. ഭൗമദിനത്തിന്റെ പ്രമേയം നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി. യോഗ ദിനത്തിന്റെ പ്രമേയം തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ. ഓക്കെ. അടുത്തത് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത പേ ചർച്ചയുടെ 8ാം പതിപ്പിൽ ഹിന്ദിയിൽ കവിത ചൊല്ലി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ ആകർഷിച്ച മലയാളി വിദ്യാർത്ഥി ആരായിരുന്നു? ആകാംക്ഷ അശോക്. ന്യൂഡൽഹിയിൽ നടന്ന
ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുകയും പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്ത പേ ചർച്ചയുടെ 8ാം പതിപ്പിൽ ഹിന്ദി കവിത ചൊല്ലി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ ആകർഷിച്ച മലയാളി വിദ്യാർത്ഥി ആകാംക്ഷ അശോകാണ്. 2025 ഫെബ്രുവരിയിൽ ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസ് അത്ലറ്റിക്സിൽ പോൾ വോൾട്ടിൽ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ച് 19-കാരനായിരുന്നു ദേവ് കുമാർ വീണയാണ്. 2025 ഫെബ്രുവരിയിൽ ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസ് അത്ലറ്റിക്സിൽ പോൾ വോൾട്ടിൽ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ച് 19-കാരനായിരുന്നു ദേവ് കുമാർ വീണ. നീതി ആയോഗിന്റെ ശൂന്യ എന്ന പ്രചരണം എന്തിനു വേണ്ടിയുള്ളതാണ്? ശൂന്യ ക്യാമ്പയിൻ. വൈദ്യുതി വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ. നീതി ആയോഗിന്റെ ശൂന്യ എന്ന പ്രചരണം എന്തിനു വേണ്ടിയുള്ളതാണ്? വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ. സഹായ ഹസ്തം പദ്ധതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായതേത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നിരാലംബരായ വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള ഒറ്റത്തവണ സാമ്പത്തിക സഹായം ഈ പദ്ധതി നൽകുന്നു. നിരാലംബരായ വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള ഒറ്റത്തവണ സാമ്പത്തിക സഹായം ഈ പദ്ധതി നൽകുന്നു എന്നത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 55 വയസ്സിന് താഴെയുള്ള വിധവകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 55 വയസ്സിന് താഴെയുള്ള വിധവകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. രജിസ്റ്റർ ചെയ്ത സ്വയം സഹായ ഗ്രൂപ്പുകളിലെ അംഗങ്ങൾക്ക് മാത്രമേ ഈ പദ്ധതി നടപ്പിലാക്കൂ. രജിസ്റ്റർ ചെയ്ത സ്വയം സഹായ ഗ്രൂപ്പുകളിലെ SHG അംഗങ്ങൾക്ക് മാത്രമേ ഈ പദ്ധതി നടപ്പിലാക്കൂ എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രജിസ്റ്റർ ചെയ്ത സ്വയം സഹായ അംഗമാവണമെന്ന് നിർബന്ധം ഇല്ല. മുമ്പ് സഹായ ഹസ്തം പദ്ധതിയിൽ നിരാലംബരായ വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള ഒറ്റത്തവണ സാമ്പത്തിക സഹായമാണ് ഈ പദ്ധതി നൽകുന്നത്. 55 വയസ്സിന് താഴെയുള്ള വിധവകൾക്ക് മാത്രമേ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ.